ഹലോ ഗൈസ്, ഞാൻ അൽജോ എലിസഞ്ചോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്കറിയാം, നമ്മുടെ ചാനലിൽ കൂടുതലും ചെയ്യാറുള്ളത് മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ നിങ്ങളെ പര്യാപ്തമാക്കുന്ന ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നൊരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ തന്നെ ചെയ്ത ഒരു വീഡിയോയുടെ ഒരു കമൻറ്റ് വായിക്കാനിടയായി. അപ്പോൾ ഈ കമൻറ്റിനകത്ത് ആൾ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ വീഡിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു പർട്ടിക്കുലർ കൺട്രിയിലെ ജോലിക്ക് വേണ്ടി, പക്ഷേ ഇതുവരെ ഒരു ഇൻ്റർവ്യൂ കോളും വരുന്നില്ല. അപ്പോൾ ആളുടെ ഒരു പരിഭവമാണ് അവിടെ, അല്ലെങ്കിൽ ആളുടെ ഒരു കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ ആ കമൻറ്റിൽ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ കാരണം എന്താണെന്നൊന്ന് ആലോചിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കാണ് നമ്മൾ പറയുന്നത്, എങ്ങനെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണം. ചുമ്മാ കാണുന്ന എല്ലാ ജോലിക്കും വാരി വലിച്ച് അപ്ലൈ ചെയ്യുവാണോ ചെയ്യേണ്ടത്, പകരം അതിൻ്റേതായിട്ടുള്ളൊരു പ്രോസസ്സുണ്ട്, അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് ഡീറ്റെയിൽഡായിട്ട് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഇനി അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇവിടെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അതുവഴിയും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോവാം. തന്നെ പറഞ്ഞായിരുന്നു, ആൾ ഒരു വർഷത്തോളമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ജോലി കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചുമ്മാ കാണുന്ന ജോലിക്കെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ജോലിക്ക് ആരും വിളിക്കത്തില്ല. പഴയ കാലമല്ല, കാലം ഒത്തിരി മാറി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു, അതുപോലെ ലോകം ഒത്തിരി മുന്നോട്ട് പോയി. പഴയപ്പം നിങ്ങൾ സപ്പോസ് ഒരു കമ്പനി, ഫോർ എക്സാമ്പിൾ ഒരു 10 പേര് വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ്. അവിടെ ഒരു പുതിയൊരു 4 പേരെ ഹയർ ചെയ്യണമെങ്കിൽ അവർ നോർമലി എന്താ ചെയ്യുന്നത്, ഇന്ന പോലെ നമ്മുടെ കമ്പനിയിൽ 4 ഓപ്പണിംഗ് ഉണ്ട്, താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാനും പറഞ്ഞുള്ള ഒരു നോട്ടിഫിക്കേഷൻ പത്രത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ലിങ്ക്ഡിനിലോ ഇങ്ങനെ ജോബ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ പോസ്റ്റ് ചെയ്യും. അവർക്ക് കിട്ടാൻ പോകുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 150 പേരായിരിക്കാം ചിലപ്പം ഈ ഒരു 4 പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 പൊസിഷനകത്ത് അവർക്ക് ഈ 150 ആൾക്കാരുടെയും ഈ പറഞ്ഞ റെസ്യൂമേ കൂടെ മാനുവലി പോവുകയും അത് കഴിഞ്ഞിട്ട് അതിന്നൊരു പർട്ടിക്കുലർ റെസ്യൂമേ സോർട്ട് ചെയ്ത് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ അയക്കാനും അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ നടത്താനും ഒക്കെ പറ്റും. പക്ഷേ നിങ്ങൾ സപ്പോസ് ഒരു 5000 പേര് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു 5 ലക്ഷം പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് പോസിബിൾ ആവുമോ? ഈ പറഞ്ഞ 5 ലക്ഷം പേര് വർക്ക് ചെയ്യുന്നൊരു കമ്പനിയിൽ ഒരു ദിവസം സ്വാഭാവികമായിട്ടും ഒരു 5000 ആപ്ലിക്കേഷൻ ചിലപ്പം ചെല്ലുന്നത് കാണും, പുതിയ ജോബ് ആപ്ലിക്കേഷൻസ്. സോ ഇങ്ങനെ ഈ 5000-ഉം 10,000-ഉം ജോബ് ആപ്ലിക്കേഷൻസിനിടയ്ക്കിൽ നിന്ന് നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ റെസ്യൂമി സോർട്ട് ചെയ്ത് വരിക എന്ന് പറയുന്നത് എത്രത്തോളം പാടുള്ള പരിപാടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും ഇതാണ് റിയാലിറ്റി. നിങ്ങൾ ഈ വിദേശത്ത് ഏതൊരു രാജ്യത്തും അപ്ലൈ ചെയ്യുമ്പോഴും ഈ കമ്പനികളിലെല്ലാം അപ്ലൈ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടാനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കോൾ വരാനോ പോലും അവസരം കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ് പലർക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തത്. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ജോലി കാണുമ്പം, ഇപ്പം നിങ്ങൾ സപ്പോസ് ലിങ്ക്ഡിൻ ആണെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിനകത്തൊരു ജോബ് പോസ്റ്റിങ് കണ്ടു. അപ്പോൾ നിങ്ങൾ ആദ്യമേ വായിച്ച് നോക്കേണ്ടത് അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു ജോലിയാണോ അല്ലയോ എന്ന് വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ട് കാണും. നിങ്ങൾക്ക് പറ്റിയ ഒരു ജോലിയാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം, അവർ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ ജോലിയാണോ അതൊന്ന് നോക്കുക. ഈ സ്പോൺസർഷിപ്പ് ഇല്ലാത്ത, നിങ്ങളെ അങ്ങോട്ട് ഇപ്പോൾ യൂറോപ്പിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജർമ്മനിയിലൊരു ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരാനായിട്ട് എലിജിബിൾ അല്ലാത്തൊരു കമ്പനിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അവിടെ നിന്ന് ഒരു സ്പോൺസർഷിപ്പ് കിട്ടി ആ ജോലിയിൽ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരത്തില്ല. ഇതൊരു റിയാലിറ്റിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ ചുമ്മാ എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മെയിൽ വരും. എന്തായിരിക്കും മെയിലിനകത്തെ കണ്ടൻറ്റ്? സിമ്പിളായിട്ട് അവർ ഇത്രയും പറയും, നിങ്ങൾ ഈ ഒരു റോളിന് ആപ്റ്റായിട്ടുള്ള ഒരാളല്ല, എന്തായാലും ഞങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ റെസ്യൂമി ഞങ്ങൾ കീപ്പ് ചെയ്യും, ഇനി ഫ്യൂച്ചറായിട്ട് വരുന്ന എന്തെങ്കിലും ഒരു റോളിലേക്ക് നിങ്ങൾ സ്യൂട്ടബിൾ ആണ് സെലക്ട് ചെയ്യാം, ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് വരും. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്കൊരു കോൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്, ഫ്യൂച്ചറിൽ പോലും. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് അവർക്ക് തരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. ഇനി
സ്പോൺസർഷിപ്പ് ഉള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അത് വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസസിലും. ഇനി അതല്ല, ഇനി അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കമ്പനി ആ ഒരു പർട്ടിക്കുലർ രാജ്യത്തെ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റുന്ന അതിനുള്ള എലിജിബിൾ ആയിട്ടുള്ള കമ്പനിയാണോ ഇല്ലയോ എന്ന് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ ഉറപ്പ് വരുത്തണം. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുടെയും എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരാളെ ഹയർ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉള്ള എംപ്ലോയേഴ്സിൻ്റെ ലിസ്റ്റ് അവരൊരു വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ട് കാണും. അത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കാണും. ഈ ഒരു വെബ്സൈറ്റിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കമ്പനി ഉണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി മുതിർന്നാൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വായിച്ച് നോക്കുക, ഒരു സ്പോൺസർഷിപ്പ് തരുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാത്തൊരു എംപ്ലോയർ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ പറഞ്ഞ സർട്ടിഫൈഡ് എംപ്ലോയേഴ്സിൻ്റെ ലിസ്റ്റിൽ, ഇപ്പോൾ ഫിൻലൻഡിൻ്റെ കേസിലൊക്കെയാണ് സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള എംപ്ലോയേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് അതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അപ്ലൈ ചെയ്യുന്നത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ റെസ്യൂമി പ്രോപ്പർ ആണോ അല്ലയോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമി ഉണ്ടാവാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. ATS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു 5000 പേര് അല്ലെങ്കിൽ 10000 പേര് ഒരു ദിവസം അപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കോൾ ലെറ്റർ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5000 പേരെ അവർ മാനുവലി ഇരുന്ന് നോക്കിയല്ല അവർ സോർട്ട് ചെയ്യുന്നത്. ഇവർക്ക് അതിനു വേണ്ടി ഒരു സിസ്റ്റം അവിടെയുണ്ട്. ഈ ഒരു സിസ്റ്റത്തിനകത്തേക്ക് അവിടെ ചെല്ലുന്ന എല്ലാ റെസ്യൂമീസും കയറി ഇറങ്ങുമ്പം അതിനകത്തുനിന്ന് സോർട്ട് ചെയ്യുന്ന 5000 പേര് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ അതിനകത്തുനിന്ന് 50 പേർക്കായിരിക്കും ചിലപ്പം ഇൻ്റർവ്യൂ കോളിൽ പോകുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ജോബിന് അപ്ലൈ ചെയ്താൽ ഒരു കോൾ വരത്തുള്ളൂ. ഇതെങ്ങനെ നമുക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമി ഉണ്ടാക്കാമെന്ന് ചോദിക്കാം. ATS ഫ്രണ്ട്ലി റെസ്യൂമി എന്ന് പറയുന്നത് ATS ഒരു ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിലേക്ക് ഒരു പർട്ടിക്കുലർ സ്കില്ലുള്ള ഒരു 5-6 സ്കില്ലുള്ള ഒരു പർട്ടിക്കുലർ ആളെ വേണം. അപ്പോൾ ഈ കമ്പനിക്ക് ഇവർ വ്യക്തമായിട്ട് ഈ സ്കില്ല് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ട് കാണും. ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയതിന് ശേഷം ആ പർട്ടിക്കുലർ ജോലിക്ക് വേണ്ടിയുള്ള രീതിയിൽ അതിന് മാത്രമായിട്ടുള്ള റെസ്യൂമി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്, ഒരൊറ്റ റെസ്യൂമി അത്യാവശ്യം നല്ലൊരു റെസ്യൂമി പ്രിപ്പയർ ചെയ്ത് എല്ലാ ജോലിക്കും അത് തന്നെയായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസ്യൂമിയുടെ പ്രത്യേകത എന്താ, അതിനകത്ത് നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റ റെസ്യൂമിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നമ്മൾ യൂറോപ്പിലേക്കൊക്കെ ജോലി നോക്കുമ്പം അല്ലെങ്കിൽ ഇച്ചിരി വലിയ കമ്പനിയിലേക്കൊക്കെ ജോലി നോക്കുമ്പം അവരവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്കില്ല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കില്ല് നമ്മുടെ റെസ്യൂമിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ATSനകത്ത് നമ്മുടെ റെസ്യൂമി ക്ലിയറായി നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ വരത്തുള്ളൂ. നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിന് നമ്മൾ ഒരു പർട്ടിക്കുലർ ജോബ് ഓപ്പണിങ്ങിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഈ റെസ്യൂമി HRൻ്റെ അടുത്ത് ചെല്ലുന്നില്ലെങ്കിൽ നമുക്ക് കോൾ വരാനുള്ള ചാൻസ് ഉണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു HR ആണ്, നിങ്ങളുടെ കമ്പനിയിൽ 1,00,000 സ്റ്റാഫുണ്ട്. അതിനകത്ത് നിങ്ങളുടെ കമ്പനിയിൽ ഒരു 10 പേരെ നിങ്ങൾക്ക് ഹയർ ചെയ്യണം. നിങ്ങൾ ആ ഒരു ജോബ് പോസ്റ്റിക്ക് ലിങ്ക്ഡിനിലിട്ടു. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ 1000 ആപ്ലിക്കേഷൻസ് വന്നിട്ട് കാണും. ഈ 1000 ആപ്ലിക്കേഷൻസ് നിങ്ങൾ നോക്കൂ? ഇല്ല. ഓഫ് കോഴ്സ് നിങ്ങൾ എന്നാ ചെയ്യും, നിങ്ങൾ ഈ ATS എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്തേക്ക് ഈ 1000 റെസ്യൂമും കയറ്റിവിടും. ഇതിനകത്തുനിന്ന് ചിലപ്പം 50 പേരെ ATS എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് കമ്പനി പറഞ്ഞിരിക്കുന്ന സ്കിൽ സെറ്റിന് ആനുപാതികമായിട്ടുള്ള 50 പേരെ അല്ലെങ്കിൽ 100 പേരെ സോർട്ട് ചെയ്ത് HRൻ്റെ കയ്യിൽ കൊടുക്കും. ബാക്കി എവിടെ പോകും? ബാക്കി അപ്ലൈ ചെയ്തവരുടെ എല്ലാ റെസ്യൂമി സോർട്ടിങ് പോലും കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ റിമൂവ് ആക്കപ്പെടും. സോ ഈ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കീവേഡ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ജോലി, ഇപ്പം ഞാൻ സപ്പോസ് നിങ്ങളൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ഈ ജോലി കാണിച്ചിരിക്കുന്നത്. ഈ ജോലിക്കകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാക്കും. ഈ ഡിസ്ക്രിപ്ഷനകത്ത് കുറേ കീ സ്കിൽ സെറ്റുകൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സ്കിൽ സെറ്റുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് മനസ്സിലാക്കാനും അത് നമ്മുടെ പ്രൊഫൈൽ സമ്മറി തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇനി റെസ്യൂമി പ്രിപ്പയർ ചെയ്യുമ്പം പണ്ടത്തെ പോലെ സിമ്പിളായിട്ടുള്ള അങ്ങനത്തെ ഒരു റെസ്യൂമി അല്ല, കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല റെസ്യൂമി ഫോർമാറ്റിൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റെസ്യൂമി ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ അതൊരു ATS ഫ്രണ്ട്ലി റെസ്യൂമി ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ജോബ് സ്കാൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമി ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് മാൻഡേറ്ററി പറയുന്നില്ല. നമ്മൾ ഈ പറയുന്ന ജോബിൻ്റെ സ്കില്ലുകളെല്ലാം ജോബ് ഡിസ്ക്രിപ്ഷൻ
ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന സ്കിൽ സെറ്റ് എല്ലാം പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റെസ്യൂമി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോൾ വരാനുള്ള ചാൻസ് 90% മുകളിലാണ്. പല ആളുകളും എപ്പോഴും പറയും ഞങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങൾ ആ ഒരു ജോലി ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്നുള്ളത്. പലർക്കും അത്ര ആത്മവിശ്വാസമുണ്ട്. കാരണം അവർക്ക് അവരുടെ ആ പർട്ടിക്കുലർ സ്കില്ല് വരെ കാണും. ഈ ജോലി ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന സ്കില്ല് വരെ ചിലപ്പോൾ ആൾക്കുള്ള ആളായിരിക്കും, അത് നല്ല രീതിയിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇവർക്കൊരു ഇൻ്റർവ്യൂ കോൾ വരാതെ ഇവർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? സോ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊസീജിയർ. അതിനൊരു ATS ഫ്രണ്ട്ലി റെസ്യൂമി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ATS ഫ്രണ്ട്ലി റെസ്യൂമി ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നല്ലൊരു കവർ ലെറ്ററും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ചുമ്മാ വാരി വലിച്ച് എന്തെങ്കിലും എഴുതി ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമല്ല, നല്ല പ്രോപ്പറായിട്ടുള്ളൊരു കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യുക, നല്ലൊരു റെസ്യൂമി പ്രിപ്പയർ ചെയ്യുക. ഈ രണ്ട് കാര്യം ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കൊരു കോള് വരുമെന്നൊരു പ്രതീക്ഷയിലും വെക്കാൻ പറ്റുള്ളൂ. സോ അപ്പോൾ അങ്ങനെ ATS ഫ്രണ്ട്ലി റെസ്യൂമികൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ആർക്കെങ്കിലും റെസ്യൂമി ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമി വെരിഫൈ ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത റെസ്യൂമി പ്രോപ്പർ ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ അതൊരു ഓപ്ഷൻ. അതേപോലെ തന്നെ രണ്ടാമത് നിങ്ങൾക്ക് ഈ റെസ്യൂമി പ്രിപ്പയർ ചെയ്ത് വേണമെന്നും താല്പര്യമുള്ള ആൾക്കാർക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്നതാണ്. ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത റെസ്യൂമി വെരിഫൈ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ റെസ്യൂമി പ്രിപ്പയർ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവിടുന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ഞാൻ ചെയ്തു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ആരും നമ്മളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് നമ്മളെ കോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളത് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. പകരം നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമി ഉണ്ടാക്കി പ്രോപ്പറായിട്ട് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയ്ക്കകത്തൂടെ ഞാൻ ശ്രമിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നവരെ എല്ലാവരും പരിഗണിക്കുക. അതേപോലെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള സജഷൻസും കമൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.